ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് രാവിലെ വിളയിച്ചതിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും മുഴുവനായി കാണാം കേട്ടോ. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണല്ലോ അല്ലേ. അപ്പോൾ ഞാൻ രാവിലെ വിളയിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനൊക്കെ അടുപ്പത്ത് വെച്ച് കത്തിച്ച് കുറച്ച് 2 ടേബിൾ സ്പൂൺ നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് മുന്തിരി, ഉണക്കമുന്തിരി ഇതൊക്കെ ഒന്നുകൊണ്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ എള്ള്, പിന്നെ നല്ല ജീരകമൊക്കെ ഞാനൊന്ന് വറുത്തെടുത്തിരുന്നു കേട്ടോ. അതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ് ലാസ്റ്റ്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് വറുത്ത് കോരി വെക്കണം കേട്ടോ. അപ്പോൾ അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ വറുത്ത് കോരി അതിൻ്റെ പൊട്ടുകടല ഉണ്ടല്ലോ, പൊട്ടുകടല കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് എത്രയാണ് വേണ്ടിച്ച് അതൊക്കെ ഇട്ട് കൊടുക്കുക. അതും അതുപോലെ മൂപ്പിച്ച് കോരി എടുത്ത് പിന്നെ ഞാൻ 2 തേങ്ങ ചിരവിയത് അതൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അതൊന്ന് വെച്ചാൽ അതിൻ്റെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ ഒന്ന് പോയി നല്ലൊന്ന് ഡ്രൈ ആയി വരണം കേട്ടോ. വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഒക്കെ ഉണ്ട് നല്ല പോണ വരെ ചെറുതീയിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. കുറച്ചും കൂടി നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ അങ്ങനെ അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നല്ലുണ്ട് നടായി വരട്ടെ. അതിന് ഞാനൊരു 6 അച്ച് ശർക്കര ഒരു 1.5 കപ്പ് വെള്ളത്തിൽ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അതൊന്ന് അരിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരമൊക്കെ നമുക്ക് എത്ര നമ്മൾ എടുക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച്, അവലൊക്കെ എടുക്കുന്നതിനനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. ആവശ്യത്തിന് കുറച്ച് മധുരം വേണം കേട്ടോ അതിന്. ഇനി ഒന്ന് ഇളക്കി കൊടുത്ത് ഇനി ശർക്കര പാനിയിൽ കിടന്നിട്ട് അതൊന്ന് നന്നായി ഒന്ന് വിളഞ്ഞ് വന്ന് ആ ശർക്കരയൊക്കെ നന്നായി ഒന്ന് വറ്റി വരട്ടെ കേട്ടോ. ഇനി അതിലേക്ക് ഒരു 6 കപ്പ് അവലാണ് എടുക്കുന്നത്. ഒരു 1.5 കിലോന് അങ്ങനെ ഒരു 6 കപ്പിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത്ര അളവ് എനിക്കറിയില്ല. 6 കപ്പ് അവൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇനി ശർക്കരയൊക്കെ നല്ലോന്നുണ്ട് വറ്റി വരട്ടെ. അതിൻ്റെ ഇടയിൽ അതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കായപ്പൊടിയും കുറച്ച് ചുക്കുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് ഇട്ട് കൊടുത്താലും മതി. പക്ഷേ ഇതിൽ ഇപ്പോൾ ഒന്ന് ഇട്ട് കൊടുത്ത് ഇതിലൊന്ന് നല്ലാണ്ട് കിടന്നിട്ട് ആ ശർക്കരയും അപ്പോൾ ഇതിൻ്റെ ഒരു മണം ഉണ്ടല്ലോ, ഏലക്കായപ്പൊടിയും ചുക്കുപൊടിയും ശർക്കരയൊക്കെ കൂടി ഉരുകുന്ന മണം. നല്ലൊരു മണം വരുന്നുണ്ട്. ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വറ്റി വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്നും കൂടി ഉണ്ട് വറ്റി വരുന്നതിന് ശേഷം നമുക്ക് തീ ഓഫാക്കാം കേട്ടോ. തീ ഓഫാക്കിയിട്ട് കുറച്ച് നല്ല ചൂണൊന്നുണ്ട് അണഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇനി ഇതിലേക്ക് അവലിട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്താട്ടോ, അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന റെസിപ്പി തന്നെയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അങ്ങനെ ഞാനതിലേക്ക് ജീരകമാണ് ഇട്ട് കൊടുത്തത്. ജീരകം വറുത്ത ജീരകമാണ് കേട്ടോ, നല്ല ജീരകം. അത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. നല്ല ഏറിയത് എന്നാലും അതിൻ്റെ ആ ടേസ്റ്റാണ്, ചുക്കിൻ്റെ നല്ല ജീരകത്തിൻ്റെ ഒക്കെ ടേസ്റ്റാണ് ഇതിലേക്ക് കാര്യമായിട്ട്. അത് ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അവലും ഇട്ട് കൊടുത്ത് ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഒരാഴ്ചയൊക്കെ ഇത് കേടുകൂടാതെ ഇരിക്കും. നമുക്ക് ചായൻ്റെ ഒപ്പം ഇതൊക്കെ കഴിക്കാം കേട്ടോ. പിന്നെ അതൊക്കെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഈ പൊട്ടുകടല അതൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ എള്ള് വറുത്ത് വെച്ചിരുന്നു അതും ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ചും കൂടി ചുക്കുപൊടി ഏലക്കായപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. തീ ഓഫാക്കിയതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്തത് കേട്ടോ. ഒന്നുണ്ട് തീ അണഞ്ഞതിന് ശേഷം. എന്നാൽ ശരി, അപ്പോൾ നമ്മളെ അവല് റെസിപ്പി റെഡി ആയി. എന്നാൽ ശരി, ബൈ.